പരിപാവനമായ ദുൽഹിജ്ജ മാസം നമ്മൾ അറിയേണ്ട, നമ്മൾ പറയേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ കരുതി വെക്കേണ്ട 9 കാര്യങ്ങളുണ്ട്. ആ 9 കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിക്കാം. കുറച്ച് ദിക്റുകൾ നമുക്ക് പറയാം, കുറച്ച് സൂറത്തുകൾ ഓതാം, കുറച്ച് ദുആകൾ പഠിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് ഒരു 9 കാര്യം മനസ്സിലാക്കിയാൽ മതി. വിശദമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവരുണ്ട്, ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീഡിയോകളൊക്കെ കൊണ്ട്. ഒരുപാട് പേർക്ക് അറിയില്ലാത്ത ഒരുപാട് മസലകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി, ഒരുപാട് സ്വലാത്ത് മനസ്സിലാക്കാൻ പറ്റി. ദിവസവും നമ്മുടെ ക്ലാസ് കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു അമലായി അല്ലാഹു ഇതിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുൽഹിജ്ജ മാസത്തെ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദുൽഹിജ്ജ മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു 9 കാര്യം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വളരെ ശ്രേഷ്ഠതയിൽ മികച്ചു നിൽക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. മാത്രമല്ല ഹിജ്റ കലണ്ടർ പ്രകാരം ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അറബി കലണ്ടറിലെ 12ാമത്തെ മാസമാണ് ദുൽഹിജ്ജ മാസം. ഈ ദുൽഹിജ്ജ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. 12 മാസങ്ങളിൽ 4 മാസത്തെ അല്ലാഹു തആല ശ്രേഷ്ഠതയുള്ളതാക്കി. ആ ശ്രേഷ്ഠതയുള്ളതാക്കിയതിൽ വളരെ മഹത്വമുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു തആല 89ാമത്തെ സൂറത്തായി കൊണ്ടുവന്നിട്ടുള്ളത് സൂറത്തുൽ ഫജ്ർ ആണ്. ആ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, സത്യമിട്ട് പറയുന്നുണ്ട്, വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. ഇവിടെ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജ്റിന്റെ 2ാമത്തെ ആയത്തിൽ പറയുന്നു, വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. അല്ലാഹ് സത്യമിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഈ 10 രാവുകൾ ഏതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായമുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അഫ്ളലുൽ അയ്യാമുദ് ദുനിയാ അയ്യാമുൽ അശ്ർ, അതായത് ദുനിയാവിലെ ദിനങ്ങളിൽ ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് അയ്യാമുൽ അശ്ർ. ഏത് ദിവസമാണ്? ദുൽഹിജ്ജ മാസത്തിന്റെ, ഇനി വരാനിരിക്കുന്ന മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ നടക്കുന്ന മാസം. ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിപ്രധാനമാണ്. റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളുണ്ടല്ലോ, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ, ആ അവസാനത്തെ 10 ദിവസങ്ങളാണ് ഈ വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വരാനുള്ള പരിപാവനമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിപ്രധാനമാണ്, അതിശ്രേഷ്ഠതയുള്ളതാണ്, പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്, ഒരുപാട് ഫضലുകൾ ഉള്ളതാണ്. ഈ ആദ്യത്തെ 10 ദിവസം, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുള്ള പ്രത്യേകത മറ്റ് മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതയാണ്. കാരണം ഇജ്തിമാഉ മുഹിമ്മാത്തിൽ ഇബാദാത്തി ഫീഹാ, ഒരു മുസ്ലിം ചെയ്യുന്ന മുഖ്യമായ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതാണ് ഈ വലയാലിൻ അശ്ർ കൊണ്ട് ഉദ്ദേശമെന്ന് മഹത്തുക്കൾ പറയുന്നു. അതായത് ഹജ്ജ്, റമളാൻ മാസത്തിൽ ഹജ്ജില്ല, അല്ലെ? റമളാൻ മാസത്തിൽ ഹജ്ജില്ല, റമളാൻ മാസത്തിൽ ഉദ്ഹിയ അറുക്കലില്ല. എന്നാൽ ഈ ദുൽഹിജ്ജ മാസം, ഇനി വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട്? ഹജ്ജിന്റെ കർമ്മമുണ്ട്, അതുപോലെ ഉദ്ഹിയത്തിന്റെ കർമ്മമുണ്ട്, അതുപോലെ തന്നെ ഉംറയുടെ കർമ്മമുണ്ട്, സ്വതക്കയുടെ കർമ്മമുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, സ്വതക്കകളുണ്ട്, ദിക്റുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, സ്വലവാത്തുണ്ട്. അപ്പൊ എല്ലാ ഇബാദത്തുകളും
അതായത് ഇജ്തിമാ മുഹിമ്മാത്തിൽ ഇബാദാത്തി ഫീഹ, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് ചേരുന്ന ഒരു 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മഹാനായ ഇമാം തിർമിദി തങ്ങളുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദറിനെ പോലെ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനോട് കിടപിടിക്കാൻ പറ്റുന്ന രാവുകളാണ് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത ഉള്ളത് കൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിന് വലിയ പവറും വലിയ ശ്രേഷ്ഠതയും അല്ലാഹു തആല കൊടുക്കാനുള്ള കാരണം. 700 മുതൽ 7000 ഇരട്ടി വരെ പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോ? ഈ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ 10 ദിവസങ്ങളിൽ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ 10 ദിവസങ്ങളിലും ഓരോ മനുഷ്യൻ ലികുല്ലി യൗമിൻ അൽഫ് യൗം, ഈ 10 ദിവസങ്ങൾ ഓരോ ദിവസവും 1000 ദിവസത്തെ പോലെയാണ്. അതായത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യന് ഇബാദത്ത് എടുത്താൽ അവനിക്ക് 1000 ദിവസം, ഓരോ ദിവസത്തിനു പകരം 1000 ദിവസം ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹു അവനിക്ക് കൊടുക്കുമെന്നാണ്. ഇനി നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാം കാര്യമാണ് ചെയ്യാനുള്ളത്? ഒന്നാമത്തേത് തഅ്ലീം. ഈ മാസത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം, ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരവുണ്ടാവണം. അല്ലാഹു ആദരിച്ച മാസമാണ് ദുൽഹിജ്ജ മാസം. അല്ലാഹു ആദരിച്ച ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് ആ ദിവസങ്ങളെ നമ്മളൊന്ന് ബഹുമാനിക്കുക, ആദരിക്കുക, അതിനോട് ഒരു സ്നേഹമുണ്ടാവുക. അങ്ങനെ ചെയ്താൽ, സ്നേഹവും ബഹുമാനവും ആദരവൊക്കെ ഉണ്ടായാൽ അല്ലാഹു തആല ഈ ദുൽഹിജ്ജ മാസത്തെ നമുക്ക് അനുകൂലമാക്കി തരും. ഒരുപാട് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും അല്ലാഹു തരും. ഇനി എങ്ങനെയൊക്കെയാണ് ഇതിനെ ബഹുമാനിക്കേണ്ടത്? വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഖുർആൻ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫജ്ർ, ഇപ്പൊ നമ്മൾ ഓതില്ലേ വിശുദ്ധ ഖുർആനിലെ 89ാമത്തെ സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ എല്ലാ രാത്രിയിലും, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യണം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഫജ്റിന്റെ ആ ആയത്തുകൾ മുഴുവനും നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. അങ്ങനെ ഒരു മനുഷ്യൻ സൂറത്തുൽ ഫജ്റിന്റെ ആയത്തുകൾ അവൻ എല്ലാ ദിവസവും ഓതിയാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന് ഹദീസിൽ കാണാം. അവന്റെ ദറജകൾ അല്ലാഹു ഉയർത്തുന്നതാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെയോ വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്തു യാസീൻ. യാസീൻ സൂറത്ത് നമ്മൾ ഓതാൻ മറന്നു പോവരുതേ. എപ്പോഴാണ്? ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വന്നാൽ. പിന്നെയോ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് എല്ലാ ദിവസവും നമ്മൾ ഓതണേ. 200 വട്ടം ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ദുൽഹിജ്ജ മാസത്തിന്റെ ഓരോ ദിവസവും ഓതിയാൽ ദാരിദ്ര്യം അവനിക്ക് ഉണ്ടാവൂല, കടങ്ങൾ അവനിക്ക് ഉണ്ടാവൂല, സിഹർ അവനെ ഏൽക്കൂല, രോഗങ്ങൾ അവനിക്ക് വരൂല, പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതുപോലെ നിഫാഖ് അത് ഉണ്ടാവൂല. പിന്നെയോ മറ്റൊരു അഭിപ്രായത്തിൽ സൂറത്തുൽ ഹജ്ജ് ഓതണമെന്നാണ്. സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ വലിയ കൂലിയുണ്ട്, നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല തരുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അപ്പോ ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ എന്തൊക്കെ ചെയ്യണം? സൂറത്തുൽ ഫജ്ർ ഓതണം, സൂറത്ത് യാസീൻ ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ഹജ്ജ് ഓതണം. മറന്നു പോവരുതേ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി നമ്മൾ ചെയ്യാനുള്ളത്, പരിപാവനമായ ദുൽഹിജ്ജ മാസത്തെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്ന് പറയുന്ന സദസ്സിലാണല്ലോ നമ്മളുള്ളത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ദിക്റുകൾ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം അധികരിപ്പിക്കണേ. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ ഒരു മനുഷ്യൻ ഈ ദിക്ർ പറഞ്ഞാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണുള്ളത്. ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്ർ നമുക്ക് ഓതാവുന്നതാണ്, പറയാവുന്നതാണ്. പിന്നെയോ നമുക്ക് ഒരുപാട് ദിക്റുകൾ അറിയാം. നമ്മളൊക്കെ എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ടല്ലോ. ആ ദിക്റുകൾ തന്നെ ആവർത്തിച്ച് നമ്മളിങ്ങനെ പറയുക. ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. നിരവധി പ്രതിഫലങ്ങളാണ്. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട
മറ്റൊരു കാര്യം സുന്നത്തായ നോമ്പ് പിടിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിപാവനമായ ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ ഇതിൻ്റെ പല ദിവസങ്ങളിലും നോമ്പ് പിടിച്ചിരുന്നു. ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 9 വരെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റും. 9ാമത്തെ ദിവസമാണല്ലോ നമ്മൾ അറഫ നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ അതിനും വലിയ പ്രതിഫലമാണ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്ന ഒരു വലിയ നോമ്പാണ് അറഫ നോമ്പ്. അറഫ നോമ്പ് എന്താണ് ഉസ്താദ്, എന്നാണ് ഉസ്താദ് എന്ന് ചോദിക്കുന്നവർക്ക് ഈ ദുൽഹിജ്ജ മാസം എന്നാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ അറഫ നോമ്പിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ കഴിഞ്ഞുപോയ റമളാന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് നോമ്പുണ്ടാകും, ഖളായിപ്പോയ നോമ്പുണ്ടാകും. ആ നോമ്പൊക്കെ നമുക്ക് ഖളാ വീട്ടാൻ പറ്റിയ ഒരു മാസം കൂടി. വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ഒക്കെ നമുക്ക് നോമ്പ് പറ്റുന്നത് പോലെ പിടിക്കാം. പിന്നെ 5ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തക്ബീർ അധികരിപ്പിക്കേണ്ട മാസമാണിത്. പെരുന്നാൾ ദിവസത്തിൽ മാത്രമല്ല, അതല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് പെരുന്നാൾ, 2ാം പെരുന്നാൾ, 3ാം പെരുന്നാളിനൊക്കെ ഈ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അങ്ങനെ തക്ബീർ നമ്മളിങ്ങനെ ഒരുപാട് അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ കാണുമ്പോൾ നമ്മൾ തക്ബീർ പറയണം. നമ്മൾ അറക്കാൻ വേണ്ടി പോത്തിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട്, ആടിനെ കെട്ടിയിട്ടുണ്ട്, അതിനെ കാണുമ്പോൾ ഈ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെയോ 6ാമത്തെ കാര്യം എന്തെന്നറിയോ, ഹജ്ജും ഉംറയുമാണ്. നമുക്കത് പറ്റൂല അല്ലേ, നമുക്കിപ്പോൾ നമ്മളൊക്കെ നാട്ടിലാണ്, നമുക്ക് ഹജ്ജും ഉംറയും നമുക്ക് ചെയ്യാം. ഈ വർഷം അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ദ്വാരക്കുക, അവർക്ക് വേണ്ടി അവരുടെ ഹജ്ജ് ഉംറയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ദ്വാരക്കുക. അതോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്തത് പോലത്തെ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നാട്ടിൽ വെച്ച് തന്നെ, നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഹജ്ജ് ചെയ്തത് പോലത്തെ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങൾ അത് ചെയ്താൽ ഹജ്ജ് ചെയ്തത് പോലത്തെ വലിയ പ്രതിഫലം നമുക്ക് അല്ലാഹു തരുമെന്നാണ്. അതുപോലെ തന്നെ 7ാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഉദ്ഹിയ്യത്തിന്റെ ആ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം നമ്മൾ നടപ്പാക്കുകയാണ്. ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ്. പിന്നെ ദുൽഹിജ്ജ മാസം 1 എന്നാണെന്നറിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉദ്ഹിയ്യത്ത് അറുക്കാൻ കരുതിയിട്ടുള്ള ആളുകൾ അവരുടെ രോമം, അവരുടെ നഖം, മുടി ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. ദുൽഹിജ്ജ മാസം 1 എന്നാണെന്നറിഞ്ഞാൽ അത് തൊട്ട് എപ്പോൾ വരെ എന്നാണോ നമ്മുടെ ഉദ്ഹിയ്യത്ത് മൃഗത്തെ നമ്മൾ അറുക്കുന്നത് അന്ന് വരെ. അപ്പോൾ ഉദ്ഹിയ്യത്തിന്റെ കർമ്മത്തിൽ നമ്മൾ പ്രത്യേകം സജീവമാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. 8ാമതായി നമുക്ക് ചെയ്യാനുള്ളത് ദുആയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തുടങ്ങി ഒരുപാട് ദുആകളുണ്ട്. ആ ദുആയൊക്കെ നമ്മൾ പറയുക. പിന്നെ ഹാജിമാർക്ക് വേണ്ടി ദുആരക്കണം. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറ തുടങ്ങിയ ദുആകൾ. പിന്നെയോ നമുക്കും ഹജ്ജിന് അവസരം കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ റുസുഖ്നാ ഹജ്ജ ബൈതികൽ ഹറം വ സിയാറത റൗളതി നബിയിക മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ ദുആരക്കണം നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ. ലോക മുസൽമാന് വേണ്ടി, പ്രത്യേകിച്ച് ഗസയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 9ാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റ് സൽക്കർമ്മങ്ങൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണേ. സുന്നത്ത് നിസ്കാരങ്ങൾ, സ്വതക്കകൾ, കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ, ഇതെല്ലാം നമ്മൾ ഈ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ 9 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 9 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ദുൽഹിജ്ജ മാസം കടന്നു വരികയാണ്. വലിയ പവിത്രതയുള്ള മാസമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കൂലി അല്ലാഹു തരുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അതിനെ സ്വീകരിക്കാനും അതിനെ പൂർണ്ണാർത്ഥത്തിൽ അതിനുവേണ്ടി ഒരുപാട് ഇബാദത്ത് അതിലൊക്കെ ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും കൊടുക്കട്ടെ. എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമങ്ങളെ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.